തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, പസഫിക്സ് ദ്വീപുകളിലെ ഒരു കഥ പറയാം. കഥയല്ല, ഒരാചാരം. അവിടെ മഴ കൊണ്ട് വെട്ടാൻ പറ്റാത്ത വലിയ മരങ്ങൾ അവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് വെട്ടി വീഴ്ത്താനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ആചാര രീതിയുണ്ട്. വലിയ മരങ്ങൾ, ആ മരത്തിന് ചുറ്റും നിന്ന് ആക്രോശിച്ച് അലറി വിളിച്ച് ആ മരത്തെ അവർ വീഴ്ത്തും. ഇങ്ങനെയാണത്. മരം വെട്ടുന്ന ആൾക്കാർ രാവിലെ കുളിച്ചൊരുങ്ങി മരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ പതുങ്ങി നിൽക്കും. എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു നിശ്ചിത സമയമാകുമ്പോൾ മരത്തിന് ചുറ്റും നടന്ന് വലിയ സ്വരത്തിൽ ആക്രോശിച്ച് അലറി നിലവിളിച്ച് മരത്തെ ഈ ഗ്രാമത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് മരത്തോട് അവർ ആവശ്യപ്പെടും. ഇങ്ങനെ 30 ദിവസം അവർ ചെയ്യും. തത്വം ഇതാണ്: മരത്തിൻ്റെ ചുറ്റും നടന്നിങ്ങനെ ആക്രോശിച്ച് കഴിയുമ്പോൾ മരത്തിൻ്റെ ആത്മാവ് മരിച്ചു പോകുമെന്നാണ് അവരുടെ വിശ്വാസം. സത്യത്തിൽ ഗ്രാമവാസികളുടെ വിശ്വാസം പോലെ മരം മറിഞ്ഞ് വീഴുമെന്നാണ് അവർ പറയുന്നത്. അവർ നിർദോഷികൾ, നിഷ്കളങ്കർ, ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത സാധാരണ ജനങ്ങൾ. അവരുടെ വിശ്വാസം അവർ ചെയ്യുന്നു. നമ്മളുടെ ഈ ആധുനിക ലോകത്തിൽ വലിയ മരങ്ങളൊക്കെ മുറിക്കാനായിട്ട് ആധുനിക യന്ത്രങ്ങളൊക്കെ ഉള്ള ഈ സമയത്ത് നമുക്കിതൊരു പൊട്ടത്തരമായിട്ട് തോന്നാം. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മൾ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സഖിയോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, ഓഫീസിലുള്ളവരോടൊക്കെ എന്തുമാത്രം സ്വരത്തിലാണ് അലറി വിളിച്ച് സംസാരിക്കുന്നത്. ഇത്രയും സ്വരം വേണോ? ഇത്രയും അലറണോ? സത്യത്തിൽ ജീവനുള്ള എന്തിനോടും ഇങ്ങനെ നെഗറ്റീവായിട്ട് അലറി വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആത്മാവ് മരിച്ചു പോകുമെന്നറിയുക. അങ്ങനെ വരുമ്പോൾ എത്ര പേരെയാണ് വാക്കുകൊണ്ട് കൊന്നത്? പ്രിയപ്പെട്ടവരോടൊന്നും ഇത്രയ്ക്ക് അലറി വിളിക്കല്ലേ. നമ്മുടെ വീട്ടിൽ ഇത്രയും ബഹളം വെക്കണോ? പ്രിയമുള്ളവരെ, വാക്കുകൊണ്ട് തളർത്തിക്കളയല്ലേ. മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഖിയോട്, പ്രിയമുള്ള ഭർത്താവിനോട്, മക്കളോട് ഒക്കെ സ്നേഹത്തോടെ സംസാരിക്കാം. കുറച്ചുകൂടി നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ജീവനിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയട്ടെ. ശാന്തതയും സൗമ്യതയും സ്നേഹ സംഭാഷണമുള്ള ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ നിങ്ങൾക്കതിന് ഉറപ്പായും കഴിയും. നന്ദി.